Hello everyone, welcome back to Xylem Learning. It's me Jamshad, you can call me JD. Okay, സീ ഫീവർ. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഉറപ്പായിട്ടും ചോദ്യം വരുന്ന ഒരു ചാപ്റ്റർ ആണ് സീ ഫീവർ. മസ്റ്റ് ട്രൈ അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ജോൺ മാക്സ്ഫീൽഡിന്റെ ഈ ഒരു ചാപ്റ്റർ സീ ഫീവർ എന്നുള്ളത്. ഇതിന്റെ അപ്രീസിയേഷൻ ടൈപ്പ് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെ അപ്രീസിയേഷൻ ടൈപ്പ് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻ, അതിൽ എങ്ങനെയാണ് അപ്രീസിയേഷൻ വരുന്നത്, ഇനി ഏതൊരു ചാപ്റ്ററിൽ നിന്നും അപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ നേരിടണം, എങ്ങനെ അതിന്റെ ആൻസർ ചെയ്യണം എന്നുകൂടി നമ്മൾ പറയുന്നുണ്ട്. സോ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. അത് മാത്രമല്ല, ഇതുപോലെ ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിരിക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ മറന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മളിതാ ആ എക്സാക്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോകണം. സപ്പോസ് ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കാം. ആ കവിത താഴെ അങ്ങനെ കൊടുക്കുക, ഏതെങ്കിലും ഒരു സ്റ്റാൻസ, 1-2 സ്റ്റാൻസ കൊടുത്തിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോം സീ ഫീവറിലെ ഈ ഒരു കവിത മക്കളെ നിങ്ങളൊന്ന് വായിച്ചോ ആൻഡ് പ്രിപ്പയർ an അപ്രീസിയേഷൻ എഴുതാൻ. ഫോക്കസിങ്, എന്തൊക്കെയാ ഫോക്കസ് ചെയ്യേണ്ടത്? തീം ഫോക്കസ് ചെയ്യണം, ഇമേജറി ആൻഡ് പോയറ്റിക് ഡിവൈസസ്. ഇങ്ങനെയാണ് ഇമേജറീസ്, പോയറ്റിക് ഡിവൈസസ്, തീം. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ളത്. 5 മാർക്കിനുള്ള ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പോയംസിൽ നിന്ന് വന്നു കഴിഞ്ഞാലും, അതല്ല ഈ സീ ഫീവർ തന്നെ ഈ ഒരു എക്സാക്ട് സ്റ്റാൻസ് തന്നെ വരണമെന്നില്ല, സ്റ്റാൻസ് വേറെ വരും. എങ്ങനെ വന്നു കഴിഞ്ഞാലും അത് ചെയ്യാനുള്ള ഫോർമാറ്റ് പറയാൻ പോവാണ്. സോ ലൈക്ക് ചെയ്യാം. ഫോർമാറ്റ് പറയാൻ പോവാണ്. ഫസ്റ്റ് തന്നെ 4 പോയിന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ തീം പറയാം. ഇൻട്രൊഡക്ഷനിൽ എന്താണ്, ഇൻട്രൊഡക്ഷനിൽ അതിന്റെ തീം പറയാം. ഓക്കെ, ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ തീം പറയാം. നമുക്ക് സ്റ്റാർട്ട് ബൈ മെൻഷനിങ് ദ മെയിൻ ഐഡിയ ഓർ ദ തീം ഓഫ് ദ പോം. ഈ കവിതന്റെ മെയിൻ തീം എന്താണ്, അതിന്റെ എന്താണ്, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താണ്, ഇതിന്റെ തീം എന്നുള്ളത് സ്റ്റാർട്ടിങ്ങിൽ പറയാം. നമുക്ക് തന്നിട്ടുള്ള 4 വരിയോ 8 വരിയോ ഉണ്ടായിരിക്കും. ആ വരികളുടെ ആ ഒരു തീം എന്താണെന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ തീം പറയാ, ഇമേജറി പറയാ എന്നുള്ളതാണ്. ഇമേജറി നോക്കാം. ഇമേജറി അല്ലെങ്കിൽ വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാൻ പറ്റും അല്ലെ. ഇമേജറി പല രൂപത്തിലുണ്ട്. നമുക്ക് ആ ചില വാക്കുകൾ കാണുന്ന സമയം നമുക്കത് ഫീൽ ചെയ്യുന്നത് പോലെ, ആ വാക്കുകൾ പറയുന്ന സമയം നമുക്ക് ഫീൽ ചെയ്യണം. അങ്ങനത്തെ വാക്കുകൾക്കാണ് വിഷ്വൽ ഇമേജറി എന്ന് പറയാം, വിഷ്വൽ ഇമേജറി എന്ന് പറയാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇമേജറി ഉണ്ട്. സ്മെല്ല് കിട്ടുന്നത്, നമുക്ക് ടച്ചിങ് ഫീലുകൾ. അതുപോലെ തന്നെ ഇമേജറീസ് ഏത് തന്നെ വന്നു കഴിഞ്ഞാലും അതെന്താക്കുക, ജസ്റ്റ് മെൻഷൻ ചെയ്യുക. പിക്ക് എ ഫ്യൂ ലൈൻസ് ദാറ്റ് ക്രിയേറ്റ് എ ക്ലിയർ പിക്ചർ ഓർ മൂഡ്. നമുക്ക് കറക്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് ആ ഒരു പിക്ചറോ അല്ലെങ്കിൽ ആ ഒരു ഫീലോ കിട്ടുന്ന, ആ ഒരു മൂഡോ കിട്ടുന്ന ആ വരികൾ ജസ്റ്റ് മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. മെൻഷൻ ഹൗ ദ പോയറ്റ് യൂസസ് വേർഡ്സ് ടു ഹെൽപ്പ് റീഡേഴ്സ് ഇമാജിൻ സീൻസ്. ഈ ഒരു സീന് നമ്മളെ കൊണ്ട് ഇമാജിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് എങ്ങനെയാണ് അവിടെ വേർഡ്സുകളൊക്കെ യൂസ് ചെയ്തതെന്ന് പറയാൻ പറ്റും. ആ സൗണ്ട് അല്ലെങ്കിൽ ഫീലിങ്സ് ഒക്കെ. അപ്പോൾ ഇത്രയും 2 പോയിന്റുകൾ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പകുതി ആയിട്ടുണ്ടായിരിക്കും. ആൻഡ് ലാസ്റ്റ് 2 പോയിന്റ്സ് ആണ് നോക്കിക്കോ. പോയറ്റിക് ഡിവൈസസ് അല്ലെങ്കിൽ ടെക്നിക്സ്. പോയറ്റിക് ഡിവൈസസ് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ, 2-3 ലിറ്റററി ഡിവൈസസ് എന്തായാലും ഒരു പോയത്തിൽ ഉണ്ടായിരിക്കും. അത് യൂസ് ചെയ്യാം. അലിട്രേഷൻ ഉണ്ടാകും, സിമിലി ഉണ്ടാകും, മെറ്റഫർ ഉണ്ടാകും, പേഴ്സോണിഫിക്കേഷൻ, റിപ്പിറ്റേഷൻ, റൈം തുടങ്ങിയിട്ട് കുറേ പോയറ്റിക് ഡിവൈസ് ഉണ്ട്. ഏതെങ്കിലും 1-2 നിങ്ങൾ എന്താക്കുക അതിൽ മെൻഷൻ ചെയ്യാം. എന്നിട്ട് നമ്മുടെ കവിതയിൽ നിന്ന് എന്തെങ്കിലും ഒരു എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ഇതാണ്, അലിട്രേഷൻ ആണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് എന്താക്കുക ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ഇതിനൊക്കെ എക്സാമ്പിൾ നമ്മൾ പറയാട്ടോ. ഓക്കെ, സപ്പോസ് ആൻസർ. ഓവറോൾ ഇംപ്രഷൻ അല്ലെങ്കിൽ കൺക്ലൂഷൻ നമ്മൾ എന്താക്കുക, അവസാനത്തെ ആ ഒരു 1-2 അല്ലെങ്കിൽ അതിന്റെ കൺക്ലൂഷൻ കൊടുക്കാം. കൺക്ലൂഡ് വിത്ത് സെന്റൻസ് ദാറ്റ് സംസ് അപ്പ് ദ പോയറ്റ്സ് മെസ്സേജ് ഓർ ദ എഫക്ട് ഓഫ് ദ പോം. ഈ കവിത എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിലെന്താണ് പോയറ്റ് നമ്മൾ ഇത് വായിക്കുന്ന ഓഡിയൻസിന് നൽകുന്ന ആ ഒരു മെസ്സേജ് എന്താണ്, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ആ തീം പോലെയുള്ള സംഭവം അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്താക്കാം, ഈ ഒരു അപ്രീസിയേഷൻ കംപ്ലീറ്റ് ചെയ്യാം. സപ്പോസ് ഒരു അപ്രീസിയേഷന്റെ ആൻസർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നിഞ്ച ബാച്ചിനെ പറ്റിയിട്ട്. ആ നിഞ്ച ബാച്ച് ആക്ച്വലി ഈ ഒരു പ്രൈസ് ആയിരുന്നു നിങ്ങൾക്ക് നിഞ്ച ബാച്ച് ലഭിക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് വിദ്യാരംഭത്തിന്റെ ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി VDM 15 എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 15% നിങ്ങൾക്ക് ഇപ്പോൾ ഓഫറിൽ ലഭിക്കും. ഇനി കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാൽ അതെന്താക്കും, സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു ഓഫർ യൂസ്ഫുൾ ആക്കുക. ഈ ഒരു 3750ന്റെ 15% ഓഫറിലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും അതുപോലെ തന്നെ സ്ലൈഡും നോട്ട്സും ഒക്കെ ഇൻസ്റ്റന്റ് ആയി നിങ്ങൾക്ക് ലഭിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ചാപ്റ്റർ വൈസ്, ടേം, മോഡൽ എക്സാമുകൾ, ഇന്നാപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുള്ള ഇഷ്ടം പോലെ പരിപാടികളുണ്ട്. ഒന്നെങ്കിൽ ഈ നമ്പറിലേക്ക് ഓഫീസ് ടൈമിന് നിങ്ങൾ വിളിച്ചാൽ മതി. രാവിലെ 9 to 6 o'clock വരെ ആ ഒരു സമയത്ത് നിങ്ങൾ വിളിക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ആപ്പ് സ്റ്റോറിനോ പ്ലേ സ്റ്റോറിനോ ജസ്റ്റ് എന്താക്കാം, പ്ലേ സ്റ്റോറിനോ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സൈലം ലേണിംഗ് അടിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
എന്നിട്ട് അത് ലോഗിൻ ചെയ്ത് നമ്മുടെ നിഞ്ച ബാച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിഞ്ച ബാച്ച് തന്നെ അതിലുണ്ടായിരിക്കും. ജസ്റ്റ് പർച്ചേസ് ചെയ്താൽ മതി. ഡയറക്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇതിന്റെ ആൻസർ പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഇതിന്റെ ആൻസർ നേരത്തെ പറഞ്ഞ ഒരു അപ്രീസിയേഷൻ 4 വരിയുടെ അപ്രീസിയേഷൻ പറയാൻ പോവാണ്. നേരത്തെ ആ ഒരു ഫോർമാറ്റ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ദ ലൈൻസ് ഫ്രോം ദ സീ ഫീവർ എക്സ്പ്രസ് ദ പോയറ്റ്. അതായത് ഫസ്റ്റ് തീമാ പറയുന്നത്. ആ സീ ഫീവറിലെ ഈ ലൈനിൽ നിന്ന് എക്സ്പ്രസ് ചെയ്യുന്നത് വെച്ചാൽ പോയറ്റിന്റെ ഡീപ്പ് ലോങ്ങിങ് ആൻഡ് ലവ് ഫോർ ദ സീ. പോയറ്റിന് ഈ ഒരു കടലിനോട് വല്ലാത്ത ആഗ്രഹമുണ്ട്, കടലിനോട് വല്ലാത്ത സ്നേഹമുണ്ട് എന്നാണ് പറയുന്നത്. ഷോയിങ്, അത് കാണിക്കുന്നത് എന്താണ്? ഹിസ് ഡിസയർ ഫോർ അഡ്വഞ്ചർ. അദ്ദേഹത്തിന് അഡ്വഞ്ചർ ആയിട്ടുള്ള അപകടം പിടിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്. ഫ്രീഡം താല്പര്യമുണ്ട്. തീമാണ് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം താല്പര്യമുണ്ട്. പ്രായമായി എന്ന് കരുതിയിട്ട് വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. ഫ്രീഡം വേണം, അയാൾക്ക് ഫ്രീഡം വേണം. ആൻഡ് ദ സെയിലിയേഴ്സ് ലൈഫ്, ഒരു കപ്പൽ നാവികന്റെ ഒക്കെ ലൈഫാണ് അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അദ്ദേഹം. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇതിലെ തീം നമ്മൾ പറഞ്ഞു, ഇതിലെ ഇമേജറീസ് ആണ്. വളരെ ഷോർട്ട് ആക്കിയിട്ടാണ്, നോക്കിക്കോ. വിവിഡ് ഇമേജറി ലൈക്ക് ലോൺലി സീ ആൻഡ് ദ സ്കൈ. ഇത് പറയുമ്പോഴേക്കും നമുക്ക് ലോൺലി സീയും സ്കൈയും നമ്മുടെ മൈൻഡിലേക്ക് വരുന്നില്ലേ? അത് വൈറ്റ് സെയിൽസ് ഷേക്കിംഗ്, ഇത് പറയുന്ന സമയത്ത് ആ ഒരു ഇമേജർ നമുക്ക് ഫീൽ വരുന്നില്ലേ? ആൻഡ് ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ്, സീന്റെ ഫേസിലുള്ള ആ ഒരു സീ സൈഡിലുള്ള ആ ഒരു ഗ്രേ മിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആ പിക്ചർ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നില്ലേ? ഇതൊക്കെ ഹെൽപ്സ് റീഡേഴ്സ് പിക്ചർ ദ സീ സൈറ്റ് ആൻഡ് സൗണ്ട്. കടലിന്റെ കാഴ്ചകളും സൗണ്ടുകളും നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ, നമുക്ക് ഫീൽ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ആര്? കവി. ആൻഡ് ഇതിലെ പോയറ്റിക് ഡിവൈസ്, അടുത്ത സെഗ്മെന്റ് പോയറ്റിക് ഡിവൈസസ് നോക്കിക്കോ. അപ്പൊ നമുക്ക് 2 സെഗ്മെന്റ് ആക്കി തിരിക്കാം. ഒന്ന് അതിന്റെ തീം പറഞ്ഞു, രണ്ടാമത്തെ ഇമേജറീസ് ആണ് ഈ ലൈനുകളിൽ നമ്മൾ എന്താക്കുന്നത്, പ്രസന്റ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് ഇതിന്റെ എന്താണ് പറയുന്നത്, പോയറ്റിക് ഡിവൈസസ് സച്ച് as alliteration കൊടുത്തിട്ടുണ്ട്. വീൽസ് കിക്ക് ആൻഡ് വിൻ സോങ്. വാവ സൗണ്ട് ഈസ് റിപ്പീറ്റിംഗ്. ഓക്കെ, ഈ ഒരു സൗണ്ട് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വന്നു, അതാണ് alliteration. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. ദ കോൾ ഓഫ് ദ റണ്ണിങ് ടൈഡ്. മനുഷ്യനല്ലാത്ത വസ്തുവിന് മനുഷ്യന്റെ ക്വാളിറ്റി കൊടുക്കുക. റണ്ണിങ് ടൈഡ് കോളയോ ഇല്ലല്ലോ. ഓക്കെ, അങ്ങനെ ദ കോൾ ഓഫ് റണ്ണിങ് ടൈഡ് എന്നുള്ള പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്തു. ആൻഡ് റിപ്പീറ്റേഷൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ എന്നുള്ള റിപ്പീറ്റഡ് ആയിട്ട് അത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് എംഫസൈസ് ചെയ്യുന്നുണ്ട് ഹിസ് ഇറസിസ്റ്റിബിൾ ലോങ്ങിങ്. ഒരിക്കലും റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, എതിർക്കാൻ പറ്റാത്ത ഒരു ഊന്നൽ. അദ്ദേഹത്തിന് അത്രയും ആഗ്രഹമുണ്ട് കടലിലേക്ക് പോവാൻ എന്ന് നമുക്ക് ഊന്നി പറയാണ്. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദി സീസ് അഗെയിൻ. വീണ്ടും ഞാൻ കടലിലേക്ക് പോകണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ഇനി അവസാനം നമുക്ക് ആ ഒരു സമ്മറൈസ് ചെയ്യാണ്, അവസാനം അത് കൺക്ലൂഡ് ചെയ്യാണ്. ഒന്നുകൂടി തീമൊക്കെ പറഞ്ഞിട്ട് ഓവറോൾ മൊത്തത്തിൽ ദ ലൈൻസ് ബ്യൂട്ടിഫുള്ളി ക്യാപ്ചർ ദ എക്സൈറ്റ്മെന്റ്. ഈ കവിതയിലുള്ള വരികൾ എന്താക്കുന്നുണ്ട്? ബ്യൂട്ടിഫുള്ളി ക്യാപ്ചർ ദ എക്സൈറ്റ്മെന്റ്. അദ്ദേഹത്തിന് ആ കടലിലേക്ക് പോകാനുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് അദ്ദേഹം എന്താക്കുന്നത് നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. മിസ്റ്ററി ആൻഡ് ഫ്രീഡം ഓഫ് ലൈഫ് അറ്റ് സീ. കടലിലുള്ള ആ ഒരു സ്വതന്ത്രമായ ലൈഫും അവിടുത്തെ മിസ്റ്ററീസും അവിടുത്തെ എക്സൈറ്റ്മെന്റ് ഒക്കെ അദ്ദേഹത്തിന് അനുഭവിക്കാൻ വീണ്ടും താല്പര്യമുണ്ട് എന്നാണ് അദ്ദേഹം എന്താക്കുന്നത്, ഇതിലൂടെ വെടിവാക്കുന്നത് എന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താക്കാം, ഈ ഒരു 5 മാർക്കിന്റെ ഈ ഒരു അപ്രീസിയേഷൻ ഇങ്ങനെ അവസാനിപ്പിക്കാം. പൊതുവേ നമ്മൾ അപ്രീസിയേഷൻ പഠിക്കാറുള്ളത് എങ്ങനെയാണ്? കംപ്ലീറ്റ് കവിതയുടെ അപ്രീസിയേഷൻ ആണ് പഠിക്കാറ്. അത് ഭയങ്കര ലെങ്തി ആയിരിക്കും. പക്ഷെ എക്സാമിന് ചോദിക്കുക ഇങ്ങനെയാണ്, എവിടെ ഇങ്ങനെയാണ്, ഏതെങ്കിലും 1-2 സ്റ്റാൻസ് കൊടുത്തിട്ട് ഇങ്ങനെ ആൻസർ ചെയ്യും വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ്, ഇതുപോലെ ഏതെങ്കിലും കവിതയുടെ അപ്രീസിയേഷൻ ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ആണോ, അല്ലെങ്കിൽ ഗ്രാമർ ആണെങ്കിൽ തന്നെ അതിൽ ഏത് ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കമന്റ് ചെയ്യുക. അതനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഇതുപോലത്തെ വീഡിയോസ് ആണോ ഇനി വേണ്ടത്, ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. എൻ്റെ പേര് ജംഷാദ്, യു ക്യാൻ കോൾ മീ ചേടി. ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയും വാട്സപ്പ് ചാനലിൻ്റെ ഒക്കെ ലിങ്ക് പ്രിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ജസ്റ്റ് ജോയിൻ ചെയ്തിടുക. നമുക്ക് ഇതുപോലെയുള്ള ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തോ. ആസ് സൂൺ ആസ് നമ്മൾ എന്താക്കും, അത് ഓഫർ പിൻവലിക്കാൻ സാധ്യതയുണ്ട്. സോ താങ്ക് യു. ലെറ്റ്സ് സീ ഇൻ അനദർ വീഡിയോ. ബൈ. Love you all.